കൈകൾ രണ്ടും നിങ്ങൾ കാലിന് തുടയിൽ ഓപ്പൺ ആക്കിയിട്ട് വെക്കുക. വളരെ കംഫർട്ട് ആയിട്ട്. പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ തല ഇങ്ങനെ തൂക്കിയിട്ടിരിക്കരുത്. നിങ്ങളുടെ ബാക്കിന് സപ്പോർട്ട് എങ്ങനെയാണോ കൊടുക്കാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ വളരെ കംഫർട്ട് ആയിട്ടിരിക്കുക. ബോഡിക്ക് ഒരിക്കലും ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യരുത് നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത്. ഓക്കെ, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. Take a deep breath. Inhale and slowly exhale. ഒരിക്കൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And slowly breathe out. Once again, take a deep breath. And exhale. നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും റിലാക്സ്ഡ്. നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ നെറുക് മുതൽ കാൽപാദം വരെ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ്. റിലാക്സ്ഡ്, റിലാക്സ്ഡ്. ഈ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജി പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് സ്മൈൽ ചെയ്യാം. Your body is smiling. Your body is smiling. നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും പുഞ്ചിരിക്കുന്നു. നിങ്ങളുടെ കാൽപാദം മുതൽ നെറുക് വരെ നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. You are smiling. You are smiling. You are smiling. Yes. 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 Beautiful. Yes. ശരീരത്തിന്റെ മുൻവശം, പിൻവശം, ഇന്റേണൽ ഓർഗൻസ്, ഓരോ ഗ്രന്ഥികളും, ഗ്ലാൻസ്, സിസ്റ്റംസ് എല്ലാം സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. Your body is completely smiling. നിങ്ങളുടെ ശരീരം പൂർണ്ണമായി മുഴുവനായിട്ടും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഗ്രന്ഥികളും സ്മൈൽ ചെയ്യുന്നു. ഹൃദയം, ലങ്സ്, വൻകുടൽ, ചെറുകുടൽ, ആമാശയം, ശ്വാസധമനികൾ എല്ലാം സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഷോൾഡർ, ഇരുകൈകൾ, നെഞ്ച്, നിങ്ങളുടെ കഴുത്ത്, തലയുടെ മുൻവശം, തലയുടെ പിൻവശം, തല മുഴുവനായി സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. Beautiful. Yes. Yes. More deeper, more deeper, more deeper, deeper. ആഴത്തും ആഴത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു.
ഇപ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവനായിട്ടും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരം മുഴുവനായിട്ടും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. യു ആർ സ്മൈലിംഗ്. യുവർ ബോഡി ഈസ് കംപ്ലീറ്റ്ലി സ്മൈലിംഗ്. യെസ്, യെസ്, യെസ്. നിങ്ങളുടെ മനസ്സ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. യുവർ മൈൻഡ് ഈസ് സ്മൈലിംഗ്. നിങ്ങളുടെ മനസ്സ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, 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 യെസ്. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഏരിയാസും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. യുവർ ലൈഫ് ഈസ് സ്മൈലിംഗ്. നിങ്ങളുടെ ജീവിതം പുഞ്ചിരിക്കുന്നു. യുവർ ലൈഫ് ഈസ് സ്മൈലിംഗ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഏരിയാസും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, യെസ്, യെസ്. Deeper, more deeper, more deeper, deeper, deeper. ആഴത്തിൽ ആഴത്തിൽ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ജീവിതവും പുഞ്ചിരി കൊണ്ട് നിറഞ്ഞിരിക്കും. Your mind is smiling, your body is smiling, your life is smiling. നിങ്ങളുടെ മനസ്സ് പുഞ്ചിരിക്കുന്നു, നിങ്ങളുടെ ശരീരം പുഞ്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവിതം പുഞ്ചിരിക്കുന്നു. സ്മൈൽ വൈബ്രേഷൻ കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. സ്മൈൽ എനർജി കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. യു ആർ സ്മൈലിംഗ്. യുവർ ലൈഫ് ഈസ് സ്മൈലിംഗ്. യുവർ ബോഡി സ്മൈലിംഗ്. യുവർ മൈൻഡ് is smiling. You are smiling. You are smiling. You are smiling. Yes. Beautiful. Yes. 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 ഈ ഒരു സ്മൈൽ എനർജിയിലിരുന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ സ്മൈലോട് കൂടെ തന്നെ നിങ്ങൾ അതൊന്ന് കാണാം. പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ അതൊന്ന് നേടിയതായിട്ട് കാണാം. ആത്മാർത്ഥമായിട്ട് അതിന് താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ എവറിഥിങ്. താങ്ക് ഗോഡ്. പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് പറയാം, ഐ ലവ് മൈസെൽഫ്. ഐ ലവ് മൈസെൽഫ്. ഐ ലവ് മൈസെൽഫ്. ഐ ലവ് മൈസെൽഫ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ആത്മാർത്ഥമായിട്ട് പറയാം, ഐ ലവ് മൈസെൽഫ്. ഐ ലവ് മൈസെൽഫ്. ഐ റെസ്പെക്ട് മൈസെൽഫ്. ഐ റെസ്പെക്ട് മൈസെൽഫ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ ആദരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഐ ആക്സെപ്റ്റ് മൈസെൽഫ്. ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഞാൻ എന്നെ ആദരിക്കുന്നു. ഞാൻ എനിക്ക് വില നൽകുന്നു. ഞാൻ എനിക്ക് വില നൽകുന്നു. നിങ്ങളുടെ പവറിനെ, നിങ്ങളുടെ വാല്യൂവിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാം. അതിന് ആത്മാർത്ഥമായിട്ട് താങ്ക്സ് പറയാം. എത്രത്തോളം വാല്യൂഡ് ആണ് നമ്മൾ എന്ന മനുഷ്യൻ. താങ്ക് ഗോഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ എവറിഥിങ്. താങ്ക് യു ഫോർ എവറിഥിങ്.
തിരികെ വരാം. ടേക്ക് എ ഡീപ് ബ്രെത്ത് വിത്ത് എ ഫുൾ സ്മൈൽ. നല്ല പുഞ്ചിരിയോടുകൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കുറച്ച് സമയം ആ ശ്വാസം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് സാവധാനം പുറത്തു വരാം. Once again, take a deep breath. Slowly exhale. Once again, take a deep breath. Slowly exhale. Gently open your eyes. കൈകൾ കൂട്ടിത്തിരുമ്പി കണ്ണിന് മീത് വെച്ച് നല്ല കണ്ണു. വെൽക്കം ബാക്ക്. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് ഫീൽ ചെയ്ത് ചെയ്യാൻ പറ്റുമോ? സ്മൈൽ വൈബ്രേഷനിൽ ഇരുന്നുകൊണ്ട്. നന്നായിട്ട് ചെയ്യാൻ പറ്റി മാം. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഒരു റിലീഫിന് എന്തെങ്കിലും വേണമായിരുന്നു. ഞാന് ഇന്നലെ ഫുള്ള് ട്രിപ്പിട്ട് വയ്യാതൊക്കെ കിടന്നായിരുന്നു. BP ലോ ആവും, എത്ര ശ്രമിച്ചിട്ട് ശരിയാവുന്നില്ല. അങ്ങനെ ബയോപ്സി ഒക്കെ ചെയ്തിട്ട് അതിനകത്തൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അതൊക്കെ നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഡിപ്രഷന്റെ മരുന്ന് കഴിച്ചപ്പോൾ ഞാൻ 2 മാസം കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ 1.5 മാസം കഴിച്ച് ഞാൻ തന്നെ സ്റ്റേബിൾ ആവുമെന്ന് പറഞ്ഞ് ഞാൻ വാശിക്ക് നിർത്തിയതാ. പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു. അത് ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ നിർത്തേണ്ടതായിരുന്നു. ഞാനത് അതിബുദ്ധി കാണിച്ചെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് മയക്കം പോലെ ഉള്ളതുകൊണ്ട് ഞാനത് നിർത്തിയത്. പക്ഷെ ഇപ്പൊ അത് കാരണമാണ് ഞാനിത് അനുഭവിക്കുന്നത്. എനിക്ക് ഇമോഷണലി ആ സ്റ്റെബിലിറ്റി ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ മാത്രം പറ്റുന്നില്ല. എന്നെ മെനങ്ങാന്ന് ഞാനിങ്ങനെ എഴുതുന്നതിന് എന്റെ ഒരു ബന്ധു പറയാ, വട്ടുപിടിച്ചാന്ന് തോന്നുന്നു, വീണ്ടും വട്ടിളകിയെന്ന് തോന്നുന്നു, എന്താണ്ടൊക്കെ എഴുതി ഇടുന്നുണ്ട് സ്റ്റാറ്റസിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് പറഞ്ഞപ്പോ എനിക്കത് പക്ഷെ എന്റെ മൈൻഡിലോട്ടൊന്നും ഇറങ്ങിയില്ല. മൈൻഡിലോട്ട് ഞാൻ ഇനി എഴുതും, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്റെ ബോഡിക്ക് അത് കേട്ടപ്പോ എന്തോ ഒരു തളർച്ച, വീണ്ടും BP കുറയാം. അങ്ങനെ ചക്ര CCയിലേക്ക് വരൂ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. ബർത്ത്ഡേ ആണെന്ന് ആരുടെ? റിൻഷ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഒരുപാട് നാള് സന്തോഷത്തോടെ സമൃദ്ധിയോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാരും താങ്ക് യു സോ മച്ച്. നന്നായിട്ടൊന്ന് ഹാർട്ട് പാസ് ചെയ്തേ. മാക്സിമം റിൻഷയുടെ ബർത്ത്ഡേ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാവരും ബർത്ത്ഡേ വിഷ് മൈക്ക് ഓൺ ചെയ്തിട്ട് എല്ലാവർക്കും പറയാം. ഒരുമിച്ച് പറയാം. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. Happy birthday. Thank you. ഹാപ്പി ബർത്ത്ഡേ. Thank you so much. യെസ്. കേക്കും സ്മൈലി ബലൂണും എല്ലാം ഒന്ന് പാസ് ചെയ്ത് കൊടുത്ത റിൻഷയ്ക്ക് വേണ്ടിയിട്ട് റിൻഷയുടെ ബർത്ത്ഡേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യും നമ്മള്. എവിടേക്കോ ഉള്ള ആളുകള്. റിൻഷയുടെ എത്രാമത്തെ ബർത്ത്ഡേ ആണ്? 28th. 28ല് ഈ ബർത്ത്ഡേ പല കോണകളിലുള്ള പല വ്യക്തികള് ഒരുമിച്ച് കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കി റിൻഷ. യെസ്. റിൻഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് അറിയോ? സന്തോഷായോ? റിൻഷ ഒന്ന് കമന്റിൽ വരൂ. സോറി, വീഡിയോ മൈക്ക് ഓൺ ചെയ്തിട്ട് വരൂ, വീഡിയോയിൽ വരൂ, എന്നിട്ട് സംസാരിക്കും. Oh, very happy. ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഈ സെഷനൊക്കെ അറ്റൻഡ് ചെയ്തത്. കുറെ ഫ്രണ്ട്സിനെ കിട്ടി, നല്ലൊരു മാമിനെ കിട്ടി. വെരി ഹാപ്പി. നല്ല ഹാപ്പി ഗുഡ് ഫീൽ സ്റ്റേറ്റിലാണ് ഇപ്പൊ. താങ്ക് യു സോ മച്ച്. അപ്പം ഭയങ്കര സന്തോഷമായിട്ട് ഇന്നത്തെ ബർത്ത്ഡേ. ഇന്ന് മാത്രമല്ല, ഈ ഒരു ആയുസ് മുഴുവൻ ആ ഒരു എനർജി കീപ്പ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത്, സ്വന്തത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ റിൻഷയ്ക്ക് സാധിക്കട്ടെ. എങ്ങാണ് ഒത്തിരി സമയമുണ്ട് മുന്നിൽ, ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. വെറുതെ ലൈഫ് ഇങ്ങനെ കളയാനുള്ളതല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ.
കുഴപ്പമില്ല. യെസ് ഡിയേഴ്സ്, എങ്ങനെ ഇന്നലത്തെ ടാസ്ക് എങ്ങനെ ചെയ്തു, എന്തായിരുന്നു ഫീഡ്ബാക്ക് പറയും. ഒന്നര ടാസ്കാണ്. ആരാ പറയുന്നേ? വേഗം വന്നിട്ട് പറയും. യെസ്. ഇന്നലത്തെ ടാസ്ക് നമ്മളെ പഠിച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഞാമത്ത് ആരോഗ്യമാണ്. നമുക്കിപ്പോ തന്നിട്ടുള്ള ആരോഗ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ചിന്തിക്കാറില്ല പലരും ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറുത് കളർ കൊണ്ട് പലരും എത്ര കളറല്ലേ ഉള്ളൂ അങ്ങനൊക്കെ നമ്മളുടെ ഉള്ളതാണെന്നുണ്ടെങ്കിലും അതിന്റെ കുറവുകളെ ആലോചിച്ച് വിഷമിക്കാറുണ്ട്. അവളെ കാണാൻ എത്ര ഭംഗിയുണ്ടല്ലോ, ഞാൻ ഇങ്ങനാണല്ലോ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ ഇതൊന്നും ആലോചിച്ച് കഴിഞ്ഞാ എനിക്ക് എന്താ കുറവ്, എനിക്കെല്ലാം ഉണ്ടല്ലോ, നമ്മള് ഫുൾ സഫിഷ്യന്റ് ആണ്, എല്ലാം കൊണ്ടും സഫിഷ്യന്റ് ആണ്. ഒരു ബോധം നമുക്ക് വരും. ഡെയിലി ഒരു ദിവസമെങ്കിലും നമ്മളത് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും, കാരണം എല്ലാത്തിനും നമുക്കിന്ന് കഴിയുന്നുണ്ട്. ഈ ഒരു ആരോഗ്യമില്ല, കുറെ പൈസയും കാര്യങ്ങളും ഉണ്ട്, അംഗീകാരവും എല്ലാതും ഉണ്ട്, അറിവൊക്കെ ഉണ്ട്. ആരോഗ്യം ഇല്ലാതെ കിടപ്പാണെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് വന്ന് ഇന്നലത്തെ ടാസ്ക് കൊണ്ട്. താങ്ക് യു. എത്ര വിലയിട്ടു? വില ഇടാൻ പറ്റണില്ല, അത്ര വില ഉണ്ട്. എത്ര വില ഇട്ടാൽ തന്നാലും ഞാൻ തരൂല എന്റെ ലൈഫ് എന്നുള്ളതാണ് അല്ലേ? യെസ്, അത്രമാത്രം പവറാണ്. അടുത്തൊരാള് ആരാ പറയുന്നേ? ചാൻസസ് വേഗം യൂസ് ചെയ്യാട്ടോ. വേറെ ആളുകളെ വിളിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് വരിക. ആര് വരുന്നു? വേഗം വേഗം വേഗം, ടൈം ഇസ് ഓവർ. ആരും ചെയ്തില്ലേ? ബാക്കിലവരൊന്നും ടാസ്ക് ചെയ്തിട്ടില്ലേ? 2 ദിവസമായി മാം അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ വയ്യാത്തോണ്ട് ഓക്കെ, വരാൻ പറ്റും. ചെയ്തവര് മാം പറയും. മാം പിന്നെ മാമിനെ കുറിച്ച് ഒരു ചെറുകഥ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹെഡിങ് കിട്ടിയില്ല. അത് ഉടനെ ഞാന് മാമിനത് ഫുള്ള് എഴുതിയിട്ട് ഞാൻ തന്നെ അയച്ചു. പറയാം മാം. ആ യെസ് പറയും. ഓക്കെ ഓക്കെ ഷാക്കിറ, ഗ്രേറ്റ്. ഞാൻ ഇന്നലെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു, നമ്മൾ ഓരോ അവയവത്തിന് ഓരോ വിലയിട്ടാല് എങ്ങനെയുണ്ടാവും. പക്ഷെ കുറച്ച് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വില വേണമെങ്കിലും നമുക്ക് ഇടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നു, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. നമ്മൾ താഴത്തോട്ട് ചിന്തിക്കുമ്പം ഈ അവയവങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ കുറിച്ച് ചിന്തിച്ചു ഞാൻ. അവരെത്രത്തോളം അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരു ദിവസത്തിൽ ഒരിത്തിരി സമയമെങ്കിലും മാറ്റി വെക്കുന്നത് കൊണ്ട് ഞാൻ പറയണു, ഈ ലോകത്തിൽ എന്ത് തന്നെ തന്നാലും എന്റെ ശരീരത്തിലെ ഒരു പാർട്സ് പോലും ഞാൻ ആർക്കും കൊടുക്കൂല. അതിന് വിലയിടാൻ പറ്റാത്ത അത്രയും മൂല്യമുള്ള ഒരു ആളാണ് ഞാന്. ആ ഒരു തിരിച്ചറിവ് എന്തായാലും സിസിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. അത്രയും വലിയൊരു മൂല്യമുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്നല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. കാരണം അത്രയും വാല്യൂ ഉണ്ട് നമുക്ക്. കാരണം ആ വാല്യൂ നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കണം. നമ്മൾ ഓരോ അവയവങ്ങളും അത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത്രയും എന്താ പറയാ, സന്തോഷത്തോടെ നമുക്കതിന് കൂടെ ഇരിക്കാൻ പറ്റണം. അപ്പോഴേ നമുക്ക് നമ്മളെ വില മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വില ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ആ വില എനിക്ക് ഇടാൻ ഇന്നെന്നല്ല, ഇനി ഒരിക്കലും എനിക്ക് വില ഇടാൻ എനിക്ക് കഴിയില്ല. ഈസ് എല്ലാരും ഒന്ന് പറഞ്ഞേ, മോർ പവർ ടു സംഷിത എന്ന് പറഞ്ഞേ. മോർ പവർ മോർ പവർ ടു ഷാന എന്ന് പറഞ്ഞേ. മോർ പവർ ഒരാൾക്കും കൂടെ ചാൻസ് ഉണ്ട്, ഒരേ ഒരാൾക്ക്. ആര് വരണം? വേഗം വരാം. ഞാൻ പറയാം. യെസ്. മാം അങ്ങനെ ഒരു ടാസ്ക് ഒന്നും കൂടി ഭയങ്കരമായിട്ട് ഡീപ്ലി റീതിങ്ക് ചെയ്തു. നമ്മുടെ
ബോഡി, നമ്മുടെ ഹെൽത്ത് അള്ള നൽകിയൊരു എന്താ പറയാ, എത്രയോ വിലപ്പെട്ട അത്രയും വലിയൊരു അള്ള അമാനത്തായി നൽകിയതാണല്ലോ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹെൽത്ത് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഓരോ അവയവങ്ങൾ എടുത്തു, ഇന്റേണൽ ഓർഗൻസ് ആവട്ടെ എക്സ്റ്റേണൽ ഓർഗൻസ് ആവട്ടെ, ഓരോന്നിനും എടുത്തു. അല്ല അതിന്റെ ഏതിനെങ്കിലും ഒന്നിനൊരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് നേരിടുന്നത് അതൊക്കെ ഒരുപാട് ചിന്തിച്ചു. ഒരകത്തുള്ള അവയവങ്ങളാണെങ്കിൽ നമ്മൾ ഒരുപാടുണ്ടല്ലോ, ഹൃദയം, മസ്തിഷ്കം, അങ്ങനെ ഒരുപാട് ശ്വാസകോശം. ഇതിന്റെയൊക്കെ ഏതെങ്കിലും ഒന്നിന്റെ പ്രവർത്തനം തകരാറിലായാൽ അതിന്റെ ഒരു അപകടം അത് എത്രത്തോളം വലുത്. അങ്ങനെ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയി അള്ളാഹിനോട് നന്ദി പറഞ്ഞു, ഒരുപാട് പ്രാർത്ഥിച്ചു. ഇതിങ്ങനെ എഴുതിയോണ്ടിരുന്നപ്പോ, അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ എത്ര വലുതാണ്, എത്രയോ പറഞ്ഞാ തീരൂല. നമ്മളെപ്പോഴും നമുക്കില്ലത് നോക്കാതെ നമ്മൾ ഓരോന്ന് പറഞ്ഞു നടക്കുക. അത് നമ്മുടെ മനുഷ്യ സഹജം തന്നെ അങ്ങനെയാണല്ലോ. പിന്നെ അതെ. എന്താ, അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുക. നമ്മള് അതിനെ നന്നായിട്ട് ശുചിയായിട്ട് അങ്ങനെ തന്നെ സൂക്ഷിക്കാൻ നോക്കുക. പിന്നെ ഹറാമായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാതിരിക്കുക. റൈറ്റ്. അള്ള നൽകിയ ഒരു അമൂല്യമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് തന്നെ അതിനെ കാണുക. വില ഒരിക്കലും പറയാൻ കഴിയൂല. അത് പണത്തിനോണ്ട് നമുക്കൊരിക്കലും അതിനെ തിട്ടപ്പെടുത്താൻ കഴിയൂല. റൈറ്റ് So ഷാൻ. Allah is grateful. യെസ്. Thank you for Allah. റിൻഷയ്ക്ക് ഒന്ന് മോർ പവർ ടു റിൻഷ എന്ന് പറഞ്ഞ എല്ലാരും. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പം നമുക്കറിയാം ഓരോ ബോഡി പാർട്ടിനും അത്രത്തോളം വാല്യൂ നമുക്കുണ്ട് അല്ലെ. നദീറ മാം എവിടെ, എന്ത് ചെയ്തു എന്നല്ലേ പറ. ചെയ്തോ? ചെയ്തു. ആ, എങ്ങനെ എത്ര വില ഇട്ടു? വിലയിടാനായിട്ടില്ല. എന്താ ചെയ്തേ? എന്താ ചെയ്തേ? ചെയ്തത് വീട് വൃത്തിയാക്കി, ബാത്റൂം കഴുകി. അതല്ല ഇന്നലെ നിങ്ങൾക്ക് എത്ര രൂപ വിലയിട്ടു? ഇന്നലെ വിലയിടാൻ എന്താ പറയാ, അതിനു വേണ്ടി വിലയിടാൻ ഇരുന്നോ? എന്റെ കണ്ണ് ഒരാൾ വന്ന് ഇങ്ങനെ ചോദിക്കുക, ഞാൻ ഇത്ര രൂപ ഇട്ടാ കൊടുക്കും. എന്റെ മൂക്കിന് ഞാൻ ഇത്ര കൊടുക്കും, എന്റെ കരളിന് ഞാൻ ഇത്ര കൊടുക്കും, എന്റെ ഹാർട്ടിന് ഞാൻ ഇത്ര കൊടുക്കും. അങ്ങനെ ഇന്ന് ഇരുന്ന് എന്നും അടിക്കലും തുടക്കലൊക്കെ അല്ലേ, കുറച്ചേരം ഒന്ന് അവിടെ ഇരുന്നിട്ട് നിങ്ങളെ ഒന്ന് അറിയും, നിങ്ങൾക്ക് ഒരു വിലയിട്ട്. അതെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളെ മുന്നിൽ ഒരാൾ വന്നിട്ട് നിങ്ങളെ മുന്നിൽ നിങ്ങളെ വാങ്ങാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾ എത്ര രൂപക്ക് ആൾക്ക് കൊടുക്കും എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്ന് ഇരുന്നിട്ട് നിങ്ങൾ ചെയ്തേ പറ്റൂ. ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ബാക്കിയൊക്കെ പണിയൊക്കെ വേഗം തീർത്തിട്ട് ഇരുന്നാൽ മതി. ഗ്രേറ്റ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഒരു പല്ലുവേദന വന്നാൽ മതി അല്ലേ, ചവച്ചരക്കാൻ വേണ്ടി പറ്റില്ല, വേദനിച്ചിട്ട് ബോഡി മുഴുവനായിട്ട് അത് എഫക്ട് ചെയ്യും. അത്രമാത്രം ഓരോ ഭാഗത്ത് കൈയൊന്നും മുറിഞ്ഞാ പോരെ അല്ലേ, നമുക്ക് പിന്നെ അസഹ്യമായിട്ട് നീറിയിട്ടും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഓരോ അവയവങ്ങൾക്കും കേടുകൾ സംഭവിച്ചിട്ടുള്ള ആളുകൾ, അതില്ലാത്ത ആളുകൾക്ക് എത്രമാത്രം അനുഗ്രഹീതരാണ് നമ്മൾ എന്നുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് വാല്യൂ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ അംഗീകരിക്കുന്നില്ല, ആർക്കും എന്നോട് സ്നേഹമില്ല, എല്ലാവരും എന്നെ പുച്ഛിക്കാണ് എന്നൊന്നും നമുക്ക് തോന്നൂല. അത് തോന്നുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുന്നിടത്ത് മാത്രമാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഓടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരല്പം പോലും സമയം ചെലവഴിക്കുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും സമയം സ്പെൻഡ് ചെയ്യില്ല, ആരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യില്ല, ആരും നിങ്ങൾക്ക് വാല്യൂ തരൂല. ബിക്കോസ് നിങ്ങൾക്ക് വാല്യൂ തരുന്നില്ല, കൊടുക്കുന്നില്ല. നിങ്ങളോട് ഒരാള് ഒരു 1000 രൂപ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. നിങ്ങളെ കയ്യിൽ 1000 രൂപ ഇല്ല എങ്കിൽ നിങ്ങൾ എന്താ പറയാ അടുത്ത്, എൻ്റെ അടുത്തില്ല അല്ലെ, എനിക്ക് തരാൻ കഴിയില്ല, എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയും. അത് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലെയാണ് നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു, നമ്മൾ എത്രത്തോളം വാല്യൂ നമുക്ക് കൊടുക്കുന്നു, അത്രയും നമ്മളെ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കാനും കൊടുക്കാനും പറ്റും. ഇപ്പൊ നിങ്ങളുടെയൊക്കെ പലരുടെയും ഇവിടെ ഇരിക്കുന്ന ചില ആളുകളുടെയൊക്കെ ലൈഫിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ റീസൺ ആരാ ആരാ നമ്മളാണ്. നമ്മളെ അത് നമ്മളിൽ ഒരു മാറ്റം വരുത്താൻ നമ്മൾ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ
എൻ്റെ ലൈഫിൽ മാറ്റം വരുത്താൻ ഞാൻ റെഡി ആയപ്പോൾ എൻ്റെ ലൈഫിൽ ടോട്ടലി ചേഞ്ചാ സംഭവിച്ചത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമയോടുകൂടെ, ഇന്ന് ഞാൻ മാറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു, ഒന്നും നടന്നില്ല, ആരും ഒന്നും മാറണില്ല, അങ്ങനെയൊന്നും അല്ല. ക്ഷമ വേണം. ക്ഷമയോടുകൂടെ നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട് സമയമെടുത്ത് ഓരോ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വരുമ്പോൾ നമ്മളെ ലൈഫിൽ ആ ഒരു വെളിച്ചം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബിക്കോസ് വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ശീലങ്ങളാണ്, വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അത് ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ മാറുക എന്നുള്ളതല്ല. നമ്മൾ അവിടെ ഓരോ ലെയർ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ എല്ലാം നമ്മളെ മുന്നിൽ ക്ലിയർ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു മാറ്റം നമ്മളിൽ സംഭവിക്കുമ്പോൾ ഹസ്ബൻഡ് നമുക്ക് അംഗീകരിക്കാത്ത ഹസ്ബൻഡ് നമ്മൾ അംഗീകരിച്ചു തുടങ്ങും, നമുക്ക് വേണ്ടത് ചെയ്തു തുടങ്ങും, നമ്മളെ സ്നേഹിച്ചു തുടങ്ങും. ഇങ്ങനെ എല്ലാ നിലക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തുടങ്ങും. ഈ രൂപത്തിൽ നമ്മളൊന്ന് മാറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മാറ്റത്തിന് നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാൽ മതി. സെൽഫ് ലവ് എന്ന് പറയും സെൽഫിഷ് അല്ല, ഒരിക്കലും നമ്മളൊരു അത്യാഗ്രഹത്തിന്റെ പുറത്തല്ല. ചില ആൾക്കാരുണ്ട് ഭക്ഷണമൊക്കെ നമ്മള് ഒന്നും അവർ ചിലപ്പോൾ ഒന്നും കഴിക്കുക പോലും ഉണ്ടാവില്ല, എന്നാൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് കൊടുക്കണം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിന്നെടുക്കാൻ ഏതാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മറ്റുള്ളവന് കൊടുക്കുക. അപ്പൊ അത് നമ്മളെ വാല്യൂ ചെയ്തിട്ട് ഇതാണ് എനിക്കിഷ്ടം, ഓക്കെ, അവിടെ തന്നെ നമുക്കൊരു പ്രയോറിറ്റി കൊടുത്ത് ഇതാണ് എനിക്കിഷ്ടം, ഇത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഞാനത് അവർക്ക് കൊടുക്കാം. അതിലൊരു വാല്യൂ ഉണ്ട്, അല്ലെ? ആ പോയിന്റിൽ നിന്നിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ ദിവസം നിങ്ങളെ അറിഞ്ഞു, നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് എന്താ പറയാ പൈസ കൊടുക്കാൻ പറ്റാത്ത കിട്ടാത്ത ഒന്നാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇല്ലായ്മ എന്ന് പറയുന്ന സംഭവത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ കുറവുകൾ കുറെ പറയും. എനിക്ക് കളറില്ല, ഞാൻ ഭംഗിയില്ല, എത്ര അണിഞ്ഞൊരുങ്ങിയാലും ഞാൻ ശരിയാവുന്നില്ല, എൻ്റെ സൗണ്ട് ശരിയല്ല, എൻ്റെ സംസാരം ശരിയല്ല, എൻ്റെ ശരീരം മെലിഞ്ഞതാണ്, എൻ്റെ ശരീരം തടിച്ചതാണ്, ഞാൻ നടക്കുന്നത് ശരിയല്ല, ഇങ്ങനെ കുറേ കുറവുകൾ നമുക്ക് കാണാറുണ്ട്. പക്ഷെ ഇന്നലെ ഇരുന്ന് നിങ്ങളെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ, നിങ്ങളെന്ന ബോഡിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ, നിങ്ങളെന്ന ജീവനിലേക്ക് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം വാല്യൂബിൾ ആണ് നിങ്ങളെന്ന്. ആ നോട്ടാണ് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത്. ഇത് നിങ്ങളുടെ ചുറ്റിനും ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് എന്ത് കുറവുണ്ട് എന്ന് നമ്മൾ പറയുന്നു, എനിക്ക് സമ്പത്തില്ല, ഞാൻ കുറേ പണിയെടുത്തിട്ടും പൈസ ഇല്ല, അല്ലെങ്കിൽ പൈസക്ക് എനിക്കൊരു ബർക്കത്ത് കിട്ടുന്നില്ല, കിട്ടുന്ന ക്യാഷ് ഇത് കൂടെ പോകുന്നു എന്നൊക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഒരു ഓട്ടക്കൈ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എൻ്റെ CC പാർട്ടിസിപ്പൻസിന് മാത്രം ഞാൻ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഒരു മണി മാജിക് പ്രാക്ടീസ് ഉണ്ട്. അത് കംപ്ലീറ്റ് നിങ്ങളെടുത്ത് റിവീൽ ചെയ്യുന്നില്ല, എൻ്റെ ചെറിയ ലെയർ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാം. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ഈ നമ്മൾ വാല്യൂ അഡീഷൻ നമ്മുടെ ശരീരത്തിന് ഇട്ടു. ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോ പെരുന്നാൾക്ക് നമ്മളൊരു പുതിയ ഡ്രസ്സ് വാങ്ങി എന്തായിരിക്കും ഫീല്? ഹാപ്പിനെസ്. ഭയങ്കര, അല്ലെ? ആ ഡ്രസ്സ് പിന്നീട് എടുത്തിടുമ്പോ ഭയങ്കര സംഭവം, അല്ലെ? ആ പുതിയ ഡ്രസ്സ്. വേണ്ട, ഇത് എന്റെ ഉമ്മ വാങ്ങിയതാ എനിക്ക്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈ കളറ് ആഗ്രഹിച്ച മൈൻഡില് എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ആള് എന്റെ മനസ്സറിഞ്ഞത് വാങ്ങിക്കൊണ്ട് തന്ന്. അപ്പൊ ഞാന് ഭയങ്കര ഹാപ്പിയായി. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാത്തൂന് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആൾ എന്നോട് അത് ചോദിച്ചു. പക്ഷെ പണ്ട് എനിക്ക് കൊടുക്കാനൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ തരാലോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ, ആള് അത് ഇടുമ്പം എന്നെക്കാൾ ആൾക്കാർക്കും ചിലപ്പോ ചേരാ. അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് കിട്ടി. അപ്പൊ ഞാനിത് എന്റെ നാത്തൂന് കൊടുത്തിട്ട് ഉമ്മ അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ അവിടെ കടയിൽ ഒന്നുകൂടെ ഉണ്ട്, അപ്പൊ ഞാൻ ഒന്നുകൂടെ വാങ്ങാന്ന് പറഞ്ഞിട്ട് ഞാനത് കൊടുക്കാൻ തരപ്പോ എനിക്കത് വീണ്ടും കിട്ടി. അപ്പൊ ഞാനത് നാത്തൂന് കൊടുത്തു, എനിക്ക് വീണ്ടും ആ സംഭവം കിട്ടുകയും ചെയ്തു. അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി ആയി. അപ്പൊ എനിക്കങ്ങ് ഒരുപാട് സന്തോഷം. ഞാൻ പണ്ടുള്ള ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഫീൽ ചെയ്തേനെ, എനിക്ക് ഇടണ്ടല്ലോ, ഞാൻ ഉമ്മ ആഗ്രഹിച്ചു കൊണ്ടുവന്നു, എനിക്ക് ആഗ്രഹമാണ്. പക്ഷെ ഇന്ന് ഞാനത് കൊടുക്കാൻ തയ്യാറായപ്പോ എനിക്കത് വീണ്ടും കിട്ടി. അതാ നമ്മൾ കൊടുക്കാൻ തയ്യാറാകുമ്പോ റബ്ബ് നമുക്ക് വീണ്ടും തരും അത്. തീർച്ചയായിട്ടും. ഗ്രേറ്റ് കേസ്. അപ്പോ നമ്മള് ഈ ഒരു സംഭവം, നമ്മൾ പുതിയൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാല് അത് ഇടുന്ന സമയത്ത് ഫസ്റ്റില് 1, 2, 3, 4 തവണയൊക്കെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീല്, അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പുതിയ ചെരുപ്പ് വാങ്ങി, ആ ചെരുപ്പ് നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്തു, എങ്ങനെ തിരിച്ചു വന്നാൽ അത് എടുത്തു വെക്കുക? ഭയങ്കര കെയർ ആയിട്ട്.
തുടച്ച് മിനുക്കി എത്രയും ഭദ്രമായിട്ട് എവിടെ വെക്കാൻ പറ്റും അവിടെ വെക്കും. 2ഉം 3ഉം 4ഉം തവണയൊക്കെ വെക്കും. അടുത്തത് പിന്നെ എവിടെ ആയിരിക്കും? ഏഹ് മുറ്റത്ത്. മുറ്റത്ത്. അത് എങ്ങനെ കിടക്കും? ചിലപ്പം ഇങ്ങനെ ഒന്നാണെങ്കിൽ അത് അവിടെ മറ്റേതപ്പുറത്ത് അല്ലെ. ഒരു ഇട്ട് എറിഞ്ഞിട്ട് ഒരൊറ്റ പോരല്ല. പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ആ ചെരുപ്പിനെ ഒരു മൈൻഡ് ഉണ്ടല്ലോ, ഇത് അതിനെ തട്ടി മാറ്റിയിട്ട് അടുത്ത ആള് ചിലപ്പോൾ ഇട്ടിട്ട് പോകും. ഇങ്ങനല്ലേ നമ്മളെ ലൈഫിൽ ഓരോ സാധനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അല്ലേ? പുതിയത് കിട്ടുമ്പോൾ ഭയങ്കര സ്നേഹം, ഭയങ്കര റെസ്പെക്ട്. അടുത്ത ലെയർ നമ്മൾ നേരെ അതിനെ തട്ടി മറിച്ച് അത് നമുക്ക് ഒന്നും അല്ലാത്ത പോലത്തിലേക്ക് നമ്മൾ മാറ്റിപ്പോകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സംഭവത്തിനെ നമുക്ക് വാല്യൂ നമ്മൾ നഷ്ടപ്പെടുത്തണം. നമ്മളെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വന്നു. ആ വിരുന്നുകാര് ആദ്യത്തെ തവണ വന്നപ്പോൾ നല്ല സ്നേഹിച്ച് ഭയങ്കര ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് സൽക്കരിച്ചു. 2ാം റൗണ്ട് വന്നപ്പോഴും വലിയ കുഴപ്പമില്ല, 3 വന്നു വലിയ കുഴപ്പമില്ല, 4മത് വന്നപ്പോൾ ഒരു മൈൻഡും ഇല്ല, നിങ്ങളൊരു മുക്കിലിരുന്നു. അവരെ സംസാരിക്കുന്നുമില്ല, അവർക്കൊന്നും കൊടുക്കുന്നുമില്ല. അടുത്ത തവണ വിരുന്നാരും നിങ്ങളെ വീട്ടിലേക്ക് വരുമോ? വരില്ല. ഓൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഓളാളാകെ മാറിയിട്ടുണ്ട് അല്ലേ, അവളെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു മൈൻഡും ഒക്കില്ല എന്നൊക്കെ നമ്മളെ കുറിച്ച് പറയാൻ തുടങ്ങാം. ഇതുപോലെ പിന്നെ നമ്മളെ അടുത്തേക്ക് ആ വ്യക്തി വരൂല, നമ്മളെ വിളിക്കാനും ചാൻസ് ഇല്ല. നമ്മൾ എന്ത് റെസ്പെക്റ്റോട് കൂടെ നമ്മളുടെ അടുത്തേക്ക് വരുന്ന മെറ്റീരിയൽസിനെ ആ വാല്യൂ നമ്മൾ കൊടുക്കുന്നോ അത്രത്തോളം നമ്മളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, പുതിയ സംഭവങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴേ മാനത്തുള്ളവന് കാണുമെന്ന് പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴേ നമ്മളിലേക്ക് സംഭവം എത്തിത്തുടങ്ങും. ബിക്കോസ് ആ മാനത്തുള്ളവന് നേരത്തെ അറിയാം നിനക്കത് വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് സംഭവങ്ങൾ വന്നു തുടങ്ങും. വാല്യൂ കൊടുക്കാത്ത ആളുകൾ, ചില ആൾക്കാരുണ്ട് ഡ്രസ്സൊക്കെ കീറി പറഞ്ഞ് മുഷിഞ്ഞ്, പുതിയ ഡ്രസ്സ് ആയിരിക്കാം എങ്കിൽ പോലും അതിലേക്ക് വെള്ളം ആക്കി, പാത്രം കഴുകുമ്പോൾ വെള്ളം, തുടക്കുമ്പോൾ വെള്ളം, എന്നിട്ട് ഇങ്ങനെ മുഷിഞ്ഞ ചളി പിടിച്ച് കരിമ്പന കുത്തിയ ഡ്രസ്സൊക്കെ ആക്കിയിട്ട് വളരെ പെട്ടെന്ന് അങ്ങനെ വൃത്തികേടാക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ ക്യാരക്ടറിൽ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളാണത് അല്ലെ. അവര് ജീവിച്ച ശൈലി, അവരുടെ ആ ഒരു വൃത്തി വെടിപ്പ്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ വളർന്നു വരുന്ന ഓരോ സിറ്റുവേഷനിൽ കിട്ടുന്നതാ. അത് നമ്മൾ കൊടുക്കാത്തടത്തോളം കാലം അത് ആ ഒരു വൃത്തി വെടിപ്പ് നമ്മളില്ലെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ വീടിന്റെ അവസ്ഥ എന്തായി കാര്യം? ആകെ മുക്കിലും മൂലയിലൊക്കെ ഇച്ചില് പിടിച്ച് പൊടി പിടിച്ച് മാറല കെട്ടിയുള്ള വേസ്റ്റ് സാധനം എല്ലായിടത്തും, എല്ലാ സാധനം എന്നും നമ്മള് ഒക്കെ അവിടെ ബണ്ടില് കെട്ടി ഭാരം കെട്ടി അവിടെ കെട്ടി വെച്ചിട്ടുണ്ടാവും അല്ലെ. ഒരു വൃത്തി ഉണ്ടാവില്ല. നമ്മളെ വീടായിക്കോട്ടെ എല്ലാം, നമ്മൾ എന്ന വ്യക്തിയെ പോലും ഒരു അട്രാക്ഷൻ ഇല്ലാത്ത രൂപത്തിലേക്ക് നമ്മൾ മാറും. കുറെ ഭംഗി വേണമെന്നൊന്നുമില്ല, ഉള്ളതിനെ നല്ല വൃത്തിക്ക് കൊണ്ടുനടന്നാൽ തന്നെ നമ്മൾ ഭംഗിയാണ് അല്ലെ. അത് ചെയ്യാതെ ഒരു ഒരു പഴഞ്ചൻ സംഭവമായിട്ട് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ പറ്റ ലോക്കായി, ഒന്നിനും പറ്റാത്ത ഒരാളായി പോയി. നമ്മൾ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആള് ഓ. എന്നാൽ നല്ലൊരു ഡ്രസ്സിൽ നിങ്ങൾ ചെയ്തു നോക്കിയേ, നല്ല ഡ്രസ് മീൻ നല്ലൊരു റെസ്പെക്റ്റോട് കൂടെ ചെയ്യുന്ന, നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നിങ്ങൾ ചെയ്ത് ഒരു ബോൾഡായിട്ട് നിന്നിട്ട് നിങ്ങൾ ആളുകളോട് സംസാരിച്ച് നോക്കിയേ, ആളുകളുടെ മുന്നിൽ പോയി നോക്കിയേ, നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ, നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്ട് ഭയങ്കര വലുതായിരിക്കും. സോ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്ന് പറയുന്നത്, എത്രത്തോളം ഇപ്പം ഈ സമ്പത്ത് കിട്ടുന്നില്ല അല്ലെ, ബർക്കത്തില്ല, പൈസ പോവാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടെക്നിക്കാണ്. ഇന്ന് നിങ്ങളുടെ വീട്ടില്, ഓരോരുത്തരുടെ വീട്ടിലും ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നില്ലേ? ഒന്നുമില്ല, നമ്മൾ അലമാര ഒന്ന് തുറന്നു നോക്കിയാല് എത്ര രൂപ ഇരിക്കുന്നുണ്ട് അല്ലെ. എത്ര വസ്ത്രങ്ങൾ രൂപയായിട്ടല്ല ഇരിക്കുന്ന, രൂപയുടെ വേർഷൻസ് മാറി വന്ന പല സാധനങ്ങൾ അലമാരയിൽ ഇല്ലേ? അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ്സിന് നമ്മൾ ഒരു വിലയിടും അല്ലെ. ആ ഡ്രസ്സിൽ ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബട്ടണിന് വില വേറെയല്ലേ, അടുത്ത ബട്ടണിന് വില വേറെയല്ലേ, അതിൽ നൂലിന് വാങ്ങിക്കുന്നത് വേറെയല്ലേ, അതിൽ മറ്റെന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ അതിന് വേറെയല്ലേ. ഇങ്ങനെ ഓരോന്നിനും എടുത്തിട്ട് നമുക്ക് വില കൊടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വെള്ളത്തിന്റെ ബോട്ടിൽ കിട്ടും. ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ബോട്ടിൽ കിട്ടും. ഈ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ബോട്ടിലാക്കിയിട്ട് ബോട്ടിൽ വെള്ളം സെറ്റ് ചെയ്യാൻ വേണ്ടി 10 രൂപ കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാണോ? സാധ്യമാണോ? ഒരിക്കലും അല്ല. ഒരു 2000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു ചുരിദാർ നിങ്ങൾക്ക് കിട്ടും. ഈ 2000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു ചുരിദാർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റുമോ? കഴിയൂല. ഇതിങ്ങനെ കണക്റ്റഡ് ആണ്, ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും ജസ്റ്റ് ഒരു എമൗണ്ട്, ജസ്റ്റ് ഒരു വാല്യൂ അത് കൊടുക്കുന്നു, വാങ്ങുന്നു. അത് നമ്മുടെ കയ്യിലുള്ള ഒരു എമൗണ്ട് കൊണ്ട് കിട്ടുന്നതല്ല ആക്ച്വലി. അതിന്റെ പുറകിൽ എത്രയോ ലക്ഷങ്ങളുടെ കോടികളുടെ അസറ്റുകൾ കിടക്കുന്നുണ്ട്.
മനുഷ്യരുടെ എഫേർട്ട് കിടക്കുന്നുണ്ട്. അത്രയും സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെ കയ്യിലേക്ക് ആ ഒരു 10 രൂപക്ക് ഒരു വെള്ളക്കുപ്പി വരുന്നത്, അല്ലേ? സോ ഇന്ന് നമ്മൾ ഇതിനൊക്കെ ഒന്ന് വാല്യൂ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ അലമാരയിൽ എത്ര രൂപയുടെ ഡ്രസ്സുകളുണ്ട്? മൊത്തത്തിൽ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് നിങ്ങളുടെ ബഡ്ജറ്റ് കണക്കാക്കണം. നിങ്ങൾക്ക് എത്ര വിലയുണ്ട്, നിങ്ങളെ ലൈഫിന്റെ വില കണക്കാക്കാൻ പോവാണ് ഈ ഒരു 2-3 ദിവസങ്ങളിലൂടെ. സോ ഇരുന്നിട്ട് ഒരു ബുക്ക് എടുക്കുക, ഈ പെൻ എടുക്കുക, ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഡ്രസ്സ്, ഇന്ന ഡ്രസ്സ്, ഇന്ന ഡ്രസ്സ്, ഇന്ന ഡ്രസ്സ്, എത്ര 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 എത്ര. ഓരോന്നിനും വിലയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് അത് അലമാരയിൽ അടുത്ത് അതിന്റെ ബട്ടൺ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിലയിടാം. മറ്റൊരുപാട് സംഭവങ്ങൾ നമ്മുടെ ഷെൽഫിൽ മാത്രം ഇരിക്കുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ചെരിപ്പുകള്, നമ്മളെ വീട്ടിലിരിക്കുന്ന പാത്രങ്ങൾ, അല്ലേ? എത്ര 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 പാത്രം, ഏതോ വിരുന്നാർക്കും വേണ്ടിയിട്ട് കൊതിച്ചു നോക്കിയിരിക്കുന്ന പാത്രങ്ങൾ, ഷെൽഫിൽ നിറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ കുറേ ഉണ്ടാവും, അല്ലെ? ചില വീടുകൾക്കൊക്കെ, ചില ആളുകൾക്ക് അതൊക്കെ ഒരു ഹോബിയാണ്. ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുക, വിരുന്നേരം വരുമ്പോൾ കൊടുക്കാം, അല്ലെ? എന്നിട്ട് കാണുന്ന പാത്രങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുക. ഇതൊക്കെ ഒക്കെ ഇരുന്നിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എത്ര രൂപ നിങ്ങൾക്ക് അതിന് വില കൊടുക്കാൻ വേണ്ടി പറ്റും? അതിന്റെയൊക്കെ റൈറ്റ് ഇട്. അതിന്റെയൊക്കെ റൈറ്റ് ഇട്. നിങ്ങൾ ഏകദേശം വാങ്ങിയ റേറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ആ റേറ്റ് തന്നെ ഇട്ടാൽ മതി. അത് ഇട്ടിട്ട് നിങ്ങൾ അതിനെ മൊത്തത്തിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ അടുക്കളയിലുള്ള ഓരോ സാധനങ്ങൾ, ഇന്ന് നിങ്ങളുടെ ബെഡ്റൂം മാത്രം ഒന്ന് ചെയ്തു നോക്കേ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് പോ, അടുത്ത ഭാഗത്തേക്ക് പോ. ഒന്നുമില്ല, നമ്മൾ നമ്മുടെ പണിയെല്ലാം മാം വീട്ടിൽ വന്ന് ചെയ്തു തരും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ആ നിങ്ങളുടെ ലൈഫിന് വിലയിടാൻ ഇപ്പോൾ ഷാക്കിർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ ഡിപ്രഷൻ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ലൈഫിൽ ദിവസവും വൊമിറ്റ് ചെയ്യുന്നു, ദിവസം കിടന്നു തല ഇറങ്ങുന്നു, അങ്ങനെ ഇങ്ങനെ? എന്താണ് ഷാക്കിറയുടെ ലൈഫിന് സംഭവിക്കുന്നത്? ഇതൊന്നും സമയം കൊടുക്കാത്തോണ്ടാണ്. പണിയെടുത്തോണ്ടേ ഇരിക്കുന്നു. മാമിനും മക്കളുണ്ട്, മാമിന്റെ വീട്ടിലും പണികളുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല യാത്രകൾ പോകുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ എപ്പോഴും എനിക്ക് ഒരു സമയം കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ മറ്റുള്ള എല്ലാം ഞാൻ ചെയ്യും. എന്റെ ഓൾ ഇൻ ഓൾ, എന്റെ വീട്ടിൽ ഓൾ ഇൻ ഓൾ ഞാനാണെന്ന് തന്നെ പറയുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പണിയുണ്ട്, എന്റെ വീട്ടിലെ പണിയൊക്കെ എടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ, ഓലെ വീട്ടിലൊക്കെ പണിക്ക് ആളില്ലേ എന്നൊന്നും അല്ല. ഇതൊക്കെ ചെയ്യാനുള്ള ആരോഗ്യവും സമയവും ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും കൊടുത്തിരിക്കുന്നത് ഈക്വൽ ആണ്. അത് ഉപയോഗിക്കുന്നിടത്തും നമ്മുടെ മൈൻഡ് സെറ്റിലുമാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ ചിന്തിക്കുന്നത് ഡിഫറെന്റ് ആണ്. ഈ മൈൻഡ് സെറ്റാണ് നിങ്ങൾ മാറ്റിയെടുക്കുന്നത്. അത് നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാളും വേണ്ട നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. നമ്മൾക്ക് പറ്റും. അതിനുള്ള ടാലന്റ്, അതിനുള്ള ക്വാളിറ്റി പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. ആരോഗ്യം നമുക്ക് തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക, കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തുക. അത് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മളെ മൈൻഡിലുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒട്ടേറെ കയറി കിടക്കുന്ന ആളുകളുണ്ടാവും. അത് ക്ലിയർ ചെയ്തേ പറ്റൂ. അതല്ലെങ്കിൽ ഇതുപോലെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും, ലൈഫ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ലൈഫ് ബുദ്ധിമുട്ടേണ്ടി വരും. അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടും. ബാക്ക് പെയിന്, കാലുവേദന, അവിടെ വേദന, ഇവിടെ വേദന, എന്താ ഇതൊക്കെ? എന്താണ് ഈ വേദനകളൊക്കെ? ഒട്ടുമിക്ക അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് എന്നാ പറയാ. മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതാണ് നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ. ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് മനസ്സാണ്. മനസ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയുടെ പ്രശ്നങ്ങൾ സോൾവ് ആവും. എന്തുകൊണ്ടാണ് മനസ്സ് ക്ലിയർ ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ അലർജി മാറുന്നു, ബാക്ക് പെയിൻ മാറുന്നു, തൊണ്ടവേദന മാറുന്നു, ഇവിടുത്തെ ബ്ലോക്ക് ഒക്കെ മാറുന്നു? എന്തുകൊണ്ടാ? ഇതാ മനസ്സിന്റെ പ്രശ്നമാണ്. അവിടെ മനസ്സിൽ കിടക്കുന്ന കുട്ടിക്കാലം തൊട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ലൈഫിലുണ്ട്. അത് നിങ്ങൾക്ക് വെച്ചിട്ടുള്ള പല ബ്ലോക്കുകൾ നിങ്ങളുടെ പല ഭാഗത്തായിട്ട് കയറി കിടക്കുന്നുണ്ട്. അതുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൈഫ് ഇങ്ങനെ പോകുന്നത്. അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. ക്ലിയർ ചെയ്തില്ല എങ്കിൽ ഒരേ പോക്ക് പോവും. ഈ അനുഭവിച്ച അസുഖങ്ങൾ കൊണ്ട് മരുന്നെടുത്ത് ഡിപ്രഷൻ ഗുളികകൾ കഴിച്ച് അങ്ങനെ ലൈഫ് ആർക്കും വേണ്ടാത്ത ഒരു തരത്തിലും മറ്റുള്ളവർ പോലും നമ്മളുടെ വാക്കുകൾ പോലും ഇഷ്ടത്തോടെ ആയിരിക്കില്ല. ഒരു മുഷിപ്പോട് പോലെ നമ്മളെ വാക്കുകൾ കേൾക്കേണ്ട അവസ്ഥ വരെ വരും. കാരണം നമ്മൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി? മൂല്യമുള്ള കാര്യങ്ങളാണോ? സമയത്തിന് അനുയോജ്യമായ കാര്യങ്ങളാണോ? ചിന്തിക്കാം. വെറുതെ പറയല്ല ഓരോ വാക്കുകളും വേണ്ട. നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്ക് പോലും മുന്നിലിരിക്കുന്ന ഒരാൾക്ക് ഉപകാരമുള്ളതാക്കാൻ നമുക്ക് പറ്റും. അല്ലാതെ നമ്മൾ കുറേ വാത്തോരാതെ സംസാരിച്ചിട്ട് എന്ത് കാര്യം? ചിന്തിക്കുക.
നമ്മൾ ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്നുണ്ട്, കിട്ടുന്ന ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നവർക്ക് മറ്റുള്ളവർക്കൊന്നും കിട്ടുന്നില്ല എങ്കിൽ എന്തിനാണ് നമ്മൾ കുറെ സംസാരിക്കുന്നത്? ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ കിടക്കുന്നത് നമ്മളെന്ന മനുഷ്യനിലെ, നിങ്ങളെന്ന ഓരോ വ്യക്തികളിലുമാണ് കിടക്കുന്നത്. അത് ക്ലിയർ ചെയ്യാം. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ അറിഞ്ഞു തുടങ്ങണം നമ്മളെ. ഓരോ ലെയർ 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 ആയിട്ട് നിങ്ങളെ പഠിച്ചു തുടങ്ങണം. അവിടെ ക്ലിയർ ആവും. ഇന്ന് നിങ്ങളുടെ ലൈഫിന്റെ ആ വാല്യൂ നിങ്ങൾ കണക്കാക്കുക. തീരൂല, തീരൂല, അത്രയും ഉണ്ടാവും, അത്രയും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഈ പറഞ്ഞ ഷെൽഫ് മാത്രം ഒന്ന് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, ലക്ഷങ്ങൾ ചിലപ്പോൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ആ ബെഡ്റൂം ഒന്ന് എടുത്തു നോക്കിയേ, ഒരു ചുമര് ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ വന്നിട്ടുണ്ടാവും? അതിലുള്ള കല്ലുകള്, അതിന്റെ സിമെന്റിന് വേറെ, മണലിന് വേറെ, പണിക്കാർക്ക് വേറെ കൂലി. സിമെന്റ് ഉണ്ടാക്കിയ ആള് വേറെയാണ്, അവർക്ക് വേറെ കൂലി. മണൽ കൊടുന്ന ആള് വേറെയാണ്, അവർക്ക് വേറെ കൂലി. പടുക്കാനുള്ള ആൾക്കാർ വേറെയാണ്, തേപ്പിന് വന്ന ആൾക്കാർ വേറെയാണ്, പെയിന്റ് അടിക്കാൻ വന്ന വേറെയാണ്, പെയിന്റിന് വേറെ, പെയിന്റ് അടിക്കാൻ വന്നവർക്ക് വേറെ, പെയിന്റ് ഉണ്ടാക്കുന്നതിന് വേറെ. എത്ര 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 ഒരൊറ്റ ചുമരിൽ കിടക്കുന്നുണ്ട്. ഇത് മാത്രം ഒന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിനെ മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അവിടെ നിന്ന് അറിയാം നിങ്ങൾ എന്ന വ്യക്തി എത്രത്തോളം റിച്ച് ആണ്, എത്രത്തോളം റിച്ച് ആണെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് പറയും പൈസ ഇല്ല, പട്ടിണിയാണ്, പ്രാരാബ്ദാണ്, കഷ്ടപ്പാടാണ്. ധനികരാണോ നമ്മളൊക്കെ? പൈസക്കാരാണ്. അഭിമാനിച്ചൂടെ? എത്ര ലക്ഷങ്ങളും കോടികളും നമ്മളെ വീടിന്റെ ഉള്ളിലുണ്ട്, നമ്മളിലുണ്ട്. എന്നിട്ട് ഇങ്ങനെ പട്ടിണിയും പായരും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ ധനികയാണ്, എനിക്ക് സമ്പത്തുണ്ട് എന്നുള്ള മോഡൽ, നിങ്ങൾ ആ സമ്പത്തിനെ ഒന്ന് വാല്യൂ ചെയ്തിട്ട് നിങ്ങളെ എനിക്ക് ഉണ്ട് എന്നുള്ളൊരു മോഡലിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവന്ന് വെച്ചോക്കേ. നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറും. ഇല്ലായ്മേനെ തലോടിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും അസുഖങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ ഒരേ ഒരു ടെക്നിക്കാണത്. നിങ്ങളൊന്ന് വാല്യൂ ചെയ്യേ. നിങ്ങളെ ടോട്ടലി നിങ്ങൾ ചേഞ്ച് ആവും. നിങ്ങൾക്ക് വലിയൊരു ആള് കാണുമ്പോൾ ഓ ഫോനൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാക്കിയത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്കും പറ്റും, എനിക്കും അതിനുള്ള കഴിവുണ്ട്, ഞാൻ ചെയ്യും, ഞാൻ ട്രൈ ചെയ്യും, ഞാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളെ ഒന്ന് ടോട്ടലി ചേഞ്ച് ചെയ്യാം. ഒരു പൈസ കിട്ടുമ്പോൾ അല്ലാ 5000 റുപ്യ ഈ മാസം ഇപ്പൊ എങ്ങനെ തെറ്റിഞ്ഞ് ചെലവ് കഴിയുക അല്ലെ? ഇത് 2 ഫീസ്, കുട്ടികളെ ഫീസ് അടക്കുമ്പോഴേക്കും അത് തീർന്നു. എങ്ങനെയാണ് ഇപ്പൊ അതുകൊണ്ട് സാധനം വാങ്ങുക? ഇതൊക്കെ മാറും, ഇതൊക്കെ മാറും. ഒക്കെ അത് മാറണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മളെ സിസിയിൽ വരുന്ന സമയത്ത് കുറെ ആൾക്കാർ ഓട്ടക്കൈയാണെന്ന് പറയുണ്ടായിരുന്നു. പൈസ കിട്ടിയ കൂടെ പോകണമെന്ന് അറിയില്ല. അവരൊക്കെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ്. അവരൊക്കെ ആരും നമ്മളെ ചില ആളുകൾ പറയാറുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങും, സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ പൈസയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആകെ ടെൻഷനായി, ഒരു വലിയ ബില്ലൊക്കെ വരുന്ന സമയത്ത് പിന്നെ ടെൻഷനായി, പിന്നെ ആകെ എന്താ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെ ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും? അവിടെ നിന്ന് ഇന്ന് അവരുടെ കയ്യിൽ അവരുടെ സാധനങ്ങൾ അവർ വാങ്ങുന്നു, അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങുന്നു, വേണ്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. എന്നാലും അവരുടെ കയ്യിൽ അന്ന് അയച്ച പൈസ തന്നെ കെട്ടിയോൻ അയക്കണമെങ്കിലും ഇന്ന് ആ പൈസയിൽ പൈസ ഉണ്ട്. ബിക്കോസ് അതിനൊരു ബർക്കത്തുണ്ട്. അതറിയണമെങ്കിൽ, അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ, ഈ പൈസ എന്ന് പറയുന്ന സാധനം നോട്ടായിട്ട് മാത്രമല്ല നമ്മളിലേക്ക് വരുന്നത്, അതിന് പല വേർഷൻസ് ആയിട്ട് നമ്മളെ മുന്നിലേക്ക് വന്നിരിക്കുന്നതാ. ഈ മുന്നിലിരിക്കുന്ന ഈ മൈക്കിന് എത്ര രൂപ വിലയുണ്ട്, ലാപ്പിന് എത്ര രൂപയുണ്ട്, ലൈറ്റിന് എത്ര രൂപയുണ്ട്, ഓരോന്നിനും എത്ര രൂപ വിലയുണ്ട്. അപ്പോൾ മനസ്സിലാവും നമ്മൾ എത്രത്തോളം റിച്ച് ആണെന്നുള്ളത്. ആ ഫീല് നിങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ ടോട്ടലി മാറും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറും. നിങ്ങൾ ആളുകളായിട്ട് ബിഹേവ് ചെയ്യുന്ന രീതി മാറും. ബിക്കോസ് ഒരു ദരിദ്രനും ഒരു ധനികനും തമ്മിൽ പെരുമാറുന്നതിലുള്ള ഡിഫറെന്റ് അറിയാലോ. ദരിദ്രൻ എപ്പോഴും കൂനിക്കൂടിക്കൊണ്ട് ഇല്ല, പട്ടിണി, പ്രാരാബ്ദം എന്ന് പറഞ്ഞ മോഡായിരിക്കും. അതിൽ നിന്നൊന്ന് മാറിയിട്ട് ആ പണത്തിനെ നമ്മളിലേക്ക് വരുത്താനുള്ള ഒരു എനർജി നമ്മളിൽ വേണം. എന്നാലേ നിങ്ങളിലേക്ക് ആ വിരുന്നുകാരൻ വരുന്ന പോലെ വരുള്ളൂ പണം. അതല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ ഒരു കാര്യമില്ല, ഓള് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിട്ട പൈസ വരൂല. ഓക്കെ, അപ്പൊ ആ മോഡ് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവണം, ഞാൻ ഇത്രത്തോളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഇത്രത്തോളൊക്കെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ നിങ്ങളുടെ ടോട്ടലി നിങ്ങൾക്ക് ചേഞ്ച് വരും. ഒന്ന് ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മാഡം വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എന്റെ ലൈഫിലുള്ള വാല്യൂ എനിക്കറിയാം, ഞാൻ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് എന്റെ ലൈഫിൽ ചേഞ്ച് വന്നത്. സോ നിങ്ങൾ ഓരോരുത്തരും സ്പെൻഡ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയമെങ്കിലും. ഇന്നൊരു ദിവസം നിങ്ങൾ ഒരു ഭാഗത്താണെങ്കിൽ അടുത്ത ഒരു ഭാഗത്ത്, അടുത്തൊരു ദിവസം അടുത്തൊരു സൈഡ് എടുക്കുക. ഇന്ന് റൂം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുന്നില്ല, ഓക്കെ, നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ. ഇത് നിങ്ങളൊരു 1 വീക്ക് എടുത്തിട്ട് ചെയ്തോ. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് അറിയും ടോട്ടൽ ആ ബഡ്ജറ്റിന്റെ ബുക്ക് ഇങ്ങനെ മറിച്ച് വെക്കുമ്പോ യോ ഇത്രയൊക്കെ ഉണ്ട് എനിക്ക് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഇന്നലത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ വില, അടുത്ത ദിവസം അടുത്ത റൂമിന്റെ വില, അടുത്ത റൂമിന്റെ വില, മക്കള് എല്ലാത്തിനും ഒന്നും ഇങ്ങനെ ഇട്ട് നമ്മളൊക്കെ നമ്മളൊക്കെ കോടിപതികളാണ്, അതൊക്കെ അപ്പുറാണ് അല്ലേ? നമ്മളൊക്കെ പ്രിഷ്യസ് ആണ്. യെസ്, അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക്. അത് നിങ്ങൾ പവർഫുൾ ആയിട്ട് ചെയ്യുക. എന്നിട്ട് പറയണം നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്, എന്നെ ആർക്കും പറ്റൂല, ഞാൻ ഇങ്ങനെയാണ്, എനിക്കൊരു വില ആരും തരുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അപ്പുറത്തേക്ക് എനിക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് ഞാൻ എന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ ടോട്ടലി നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരും. നമ്മളെ കൂടെയുള്ളവർ നമ്മൾ അംഗീകരിച്ചു തുടങ്ങും. നമ്മളെ ലൈഫ് മുഴുവനായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. സോ ഇത് ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യണം. നിങ്ങളെ ലൈഫിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സംശയത്തിന്റെ പേരിലിരുന്ന് എന്ത് കുറെ എഴുതാൻ പറഞ്ഞു, നാലന്മാർ ഡ്രസ്സിന്റെ കണക്ക് നോക്കാൻ പറഞ്ഞു, ചെരുപ്പിന്റെ കണക്ക് നോക്കാൻ പറഞ്ഞു, എന്തിനാ ഞാനൊക്കെ ഇപ്പൊ ഇതൊക്കെ നോക്കണം എന്നുള്ള മൈൻഡിൽ സംശയം അടിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നെവർ, നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഓക്കെ, വിശ്വാസം അതാണ് എല്ലാം എന്ന് കേട്ടിട്ടില്ലേ? ആ വിശ്വാസം സമർപ്പിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. സിസി വന്ന ശേഷമാണ് എന്താണ് ശനിഷ മാം പറയുന്നത്. ശനിഷ മാമിന്റെ എന്റെ സിസിയിൽ വന്ന സമയത്ത് മാം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, മാം എനിക്ക് എൻ്റെ ഉപ്പാക്കും ഉമ്മയ്ക്കും എനിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കണം, എൻ്റെ സമ്പാദ്യം കൊണ്ട് എനിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് സ്ഥിരമായിട്ടുള്ള ജോലിയില്ല, എനിക്ക് അതിലൂടെ വരുമാനം ഉണ്ടാക്കി എടുക്കണം, എനിക്ക് അവർക്കൊക്കെ ക്യാഷ് കൊടുക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് ആള് സിസിയിൽ വന്ന സമയത്ത് പറഞ്ഞ കാര്യം. ഇന്ന് അവര് നല്ല രീതിയിൽ അവരെ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നു, അതിലൂടെ നല്ലൊരു ഏർണിങ്സ് അവർ ഉണ്ടാക്കിയെടുക്കുന്നു, അവരുടെ പാരൻസിന് വേണ്ടതൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. യെസ്, സിസി വന്ന ശേഷം ക്യാഷിൽ ഒരുപാട് ബർക്കത്താണ്, അൽഹംദുലില്ലാ. ഇതാണ് ആള് ചാറ്റിൽ ചെയ്തിട്ടുള്ളത്. യെസ്, ഇത്തരത്തിലുള്ള ഓരോ ടെക്നിക്കുകളുമാണ് നിങ്ങൾക്ക് സിസിയിൽ കിട്ടുന്നത്. സിസിയിൽ ഒരുപാട് ഹെൽത്തിനായിക്കോട്ടെ, വെൽത്തിനായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ആ ഓരോ ബാച്ചിൽ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്കുകളാണ് അവിടെ കിട്ടുന്നത്. പാത്രങ്ങൾ കഴുകി നേരം വൈകി 12 മണി 1 മണി ആയാലും ഉറങ്ങാതിരുന്ന തനുജ മാം ഇതാ ഇന്ന് വീടൊക്കെ ഭംഗിയാക്കി വെച്ചിട്ട് മോളെടുത്ത് പോകുന്നു, ഉമ്മച്ചിയുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുന്നു, അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ സമയത്തിൽ അവർക്ക് ബർക്കത്ത് വന്നു. അവർക്ക് ആ സമയത്തിനെ മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റും. അല്ലെങ്കിൽ 12 മണിയായാലും ആൾ ഉറങ്ങിയിരുന്നില്ല. മക്കള് ചോദിക്കും എന്താണ് ഉമ്മക്ക് ഇത്ര പണി? ഉമ്മക്ക് പണി തന്നെ ഉള്ളൂ, അടുക്കളയിൽ ഉമ്മക്ക് വേറെ ചുറ്റുപാടൊന്നുമില്ല, പക്ഷെ അടുക്കളയിൽ കിടന്നിട്ട് ഉമ്മ അധ്വാനിച്ച് മരിക്കാം. എന്നാ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എവിടെയാ മാറ്റം വന്ന? തനുജ മാമിന്റെ മൈൻഡ് സെറ്റിൽ മാത്രം. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കഥകൾ പറയാനുള്ള ആളുകളാണ് നിങ്ങളെ മുന്നിൽ സ്ക്രീനിലിരിക്കുന്ന എൻ്റെ സിസി പാർട്ടിസിപ്പൻസ് ഒക്കെ. അവരുടെ ഓരോ സ്റ്റോറീസും നിങ്ങൾക്ക് ഇടക്കിടക്കൊക്കെ ഇങ്ങനെ കേൾക്കാം. ബാക്കിയുള്ള വരാതെ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നമ്മൾ 10ാം ക്ലാസ് പഠിക്കുമ്പോഴും പറഞ്ഞിരുന്നു ടേണിംഗ് പോയിന്റ്, +2 എത്തിയപ്പോഴും ടേണിംഗ് പോയിന്റ്. പക്ഷെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ജീവിതം എന്ന് പറയുന്ന ഒരു ടേണിംഗ് പോയിന്റിൽ അത് കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ബുക്കുകൾ പഠിക്കുന്നുണ്ട്, പുസ്തകത്തിലെ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്, സൈനും കോഴ്സും തീറ്റയൊക്കെ പഠിച്ചു, എവിടെയെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ജീവിതം എന്നൊന്നും നമ്മുടെ സിലബസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വന്നിട്ടുള്ള പാകപ്പിഴവുകളാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൂട്ടിയിരുന്നത്. സോ ഇനിയെങ്കിലും അത് റിയലൈസ് ചെയ്ത് അതിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. ലൈഫിനെ കുറിച്ച് പഠിക്കാൻ, നമ്മളെ കുറിച്ച് പഠിക്കാൻ, നമ്മളെ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിലൂടെ നമ്മുടെ വരും തലമുറകളിലേക്ക് ആ മാറ്റത്തിന് കൊടുക്കാനും നമുക്ക് പറ്റും. ഓക്കെ, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ ഇനി നമ്മളെ മക്കൾ അനുഭവിക്കരുത്. അത്തരത്തിലുള്ള ഒരു പാരന്റിങ്ങിന്റെ മിസ്ബിഹേവി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളുടെ മക്കൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ മാറണം, നമ്മളുടെ പാരന്റിങ് സ്റ്റൈല് മാറണം, നമ്മുടെ സംസാര രീതി മാറണം, നമ്മുടെ ചിന്തകൾ മാറണം. ഡീപ്പർ ലെവലിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കാം.
CC കഴിഞ്ഞവർ അതിന്റെ അഡ്വാൻസ് ലെവൽ എടുക്കുക. അടുത്ത തലത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണമൊക്കെ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മോർ വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടും. എനിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് ക്യാഷ് എനിക്ക് വേണ്ടി ലക്ഷങ്ങൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഇരുന്ന് എന്നെ പ്രാകും. ഉമ്മ പറയും, എന്തിനാണ് ആ ടീച്ചിങ്ങിൽ ഇരുന്നാൽ പോരെന്നില്ല, എനിക്ക് എന്ത് സമാധാനമായിരുന്നു, ടീച്ചറായിട്ട് കിട്ടുന്ന പൈസയും കിട്ടുമായിരുന്നു, പ്രോഫിറ്റും കിട്ടുമായിരുന്നു, അതായിട്ട് വന്നിരുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എന്തിനാ ഈ പണിക്ക് പോകണം, എന്തിനാ ഇങ്ങനെ. പല തവണ ഞാൻ പല ക്ലാസ്സുകൾ കഴിഞ്ഞു വരുമ്പോൾ ഞാൻ കേൾക്കും, പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുമ്പോൾ ഞാൻ ഒന്നും പറയാതെ ഇങ്ങനെ എഴുതി വെക്കും. ഞാൻ ഇതിൽ വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ഉമ്മക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിന് മുന്നേ എന്ത് എന്നുള്ളത് ഒരു പേപ്പറിൽ എടുത്തിട്ട് അങ്ങ് എഴുതും. എന്നിട്ട് ഞാൻ പോയി കിടക്കും. ഉമ്മ എണീറ്റ് വരുമ്പോഴേക്കിനെ ഉമ്മ അത് വായിച്ചിട്ടുണ്ടാവും. ശരിയാണ്, നല്ല 5 സ്റ്റാർ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ഉമ്മക്ക് താമസം കൊടുക്കാൻ എനിക്ക് പറ്റിയത് അൽഹംദുലില്ലാ എൻ്റെ ഈ കോഴ്സുകളിലൂടെ വന്നതിന് ശേഷമാണ്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എൻ്റെ പഠനത്തിന് വേണ്ടി ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ ട്രിപ്പിൾ എക്സ്പെൻസ് എടുത്തിട്ടാണ് പോയിരുന്നത്. ഉമ്മേനെയും കൊണ്ടുപോകും, കുട്ടികളെയും കൊണ്ടുപോകും. ഒരു റൂമിന് ഒരാൾക്ക് ഇത്ര രൂപ, 25,000 ഒരു കോഴ്സിന് ഞാൻ കൊടുത്ത് പഠിച്ചിരുന്നെങ്കിൽ 25,000 ഞാൻ കൊടുക്കുന്നിടത്ത് എല്ലാവരും കൊടുക്കുന്നിടത്ത് എനിക്ക് ചെലവാകുന്നത് 55,000 60,000 ഒക്കെ ചെലവായിട്ടുണ്ടാവും. ബിക്കോസ് എനിക്ക് അവരെ 2 3 4 5 ദിവസങ്ങളൊക്കെ ഈ ഹോട്ടലുകളിൽ അവരെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് വരുന്ന, ഐ മീൻ അത്തരത്തിലുള്ള ക്ലാസ്സുകളായിരുന്നു എൻ്റെ ക്ലാസ്സുകളുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ അന്ന് എനിക്ക് നഷ്ടമായിരുന്നില്ല. ബിക്കോസ് അതിലൂടെ അന്ന് നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടായിരുന്നു അന്ന് പല പൈസകൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റുന്നു. സമയമെടുക്കും. പക്ഷെ അത് നമുക്ക് ഒരു റിയൽ മെന്ററിന്റെ കൂടെ കറക്റ്റ് വഴി പറഞ്ഞു തരുന്ന, ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു മെന്ററിന്റെ കൂടെ നമ്മൾ ഉണ്ട് എങ്കിൽ പെട്ടെന്നുണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ആളുകളുടെ അടുത്തേക്ക് തേടിയിട്ടുണ്ട്. ബിക്കോസ് എവിടെ നിന്ന് എനിക്ക് ട്രെയിനിങ് പഠിക്കണം എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ട്രെയിനർ ആവാൻ എവിടെ പോകണം എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പല കോഴ്സുകളിലേക്ക് മാറി 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 ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ക്യാഷുകൾ കൊണ്ടുപോയി ചെലവാക്കി. ചിലത് വെറുതെ ആയിരുന്നു, ബിക്കോസ് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പൊ അത്രയും ഞാൻ നഷ്ടപ്പെടുത്തിയതുകൊണ്ടും അനുഭവിച്ചത് കൊണ്ടുമാണ് എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഞാൻ അവിടെ സമയം നോക്കാറില്ല, പണം നോക്കാറില്ല. ഞാൻ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട്, ഇവർക്കറിയാം അവർക്ക് പേഴ്സണലി എന്നായിട്ട് കണക്ട് ചെയ്യാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ബിക്കോസ് എനിക്ക് അവരിൽ മാറ്റം വേണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് എപ്പോഴും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ഇനി അവിടുന്ന് അടുത്ത ലെവലിലേക്ക് അവർ നമ്മുടെ കോച്ച് മാസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു റിസൾട്ടിലേക്ക് അവർ എത്തിക്കണം ഇൻഷാല്ലാ. അത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്, എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. പക്ഷെ അവർക്ക് അങ്ങനെ ആവരുത്. അവർ നമ്മളെ മുന്നിൽ പ്രാക്ടീസ് ചെയ്ത് സിമ്പിളായിട്ട് നിങ്ങളിലേക്ക് അവരെത്തും വളരെ ഫാസ്റ്റ് ആയിട്ട്. അതിലേക്ക് എത്താൻ അവര് ഫോളോ ചെയ്യുന്നത് എന്നെ മാത്രമാണ്. സോ എനിക്ക് പെട്ടെന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ. എനിക്ക് അവരെ A to Z അവരുടെ ആദ്യം തൊട്ട് എനിക്ക് അറിയാൻ പറ്റും. ഞാൻ ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പല ആളുകളിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ തന്നെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് പിന്നീടാണ് ഞാൻ ഒരു മെന്ററെ ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ അത് ആദ്യം തന്നെ നമ്മൾ ഒരു മെന്ററെ ഫിക്സ് ചെയ്യാം. ലൈഫിൽ എപ്പോഴും ഒരു മെന്റർ സപ്പോർട്ട് അത്യാവശ്യമാണ്. CC പാർട്ടിസിപ്പൻസിന് അറിയാം, അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ എന്നെ പെട്ടെന്ന് മെസ്സേജ് ചെയ്യും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഞാൻ അവർക്ക് കൊടുക്കുമ്പോൾ അവർ അന്ന് റിക്കവർ ചെയ്യാറുണ്ട്. അതിന് മുന്നേ എന്തായിരുന്നു സംഭവിക്കുന്നത്? അവർ പ്രശ്നങ്ങളിൽ കുടുങ്ങി കിടക്കും, മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ അതിലിങ്ങനെ പെട്ട് അല്ലേ? ആ ഒരു മോഡിലേക്ക് അവർ മാറിപ്പോകുന്നുള്ളതാണ്. സോ അതിലപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മൾ അതിന് റിക്കവർ ചെയ്യും. അതിനുള്ള ടെക്നിക്കുകൾ നമ്മളെ കയ്യിലുണ്ട്, നമുക്കറിയാം, നമ്മൾ അതിലൂടെ മുന്നോട്ട് പോകുന്നു. സോ ഇനിയും പ്രയാസപ്പെട്ട് ഇങ്ങനെ ലൈഫിൽ കുടുങ്ങി കിടക്കുന്നതിന് പകരം നിങ്ങൾ ആക്ഷൻ എടുക്കുക, ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ലൈഫ് മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ നമ്മുടെ CC പാർട്ടിസിപ്പൻസിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. അവരുടെ ലൈഫ് ഫീഡ്ബാക്കുകൾ ഉണ്ട്. ഇനിയും സെഷനിൽ അവർ പറയും. വേണമെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് അവരോട് ചോദിക്കാം എന്ത് മാറ്റമാണ് ഉണ്ടായതെന്നുള്ളത്. സോ നിങ്ങൾക്ക് അടുത്ത ബാച്ച് അടുത്ത മാസം 10-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോയിൻ ആവാം. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഞാൻ അതിന്റെ പേയ്മെന്റ് കൂട്ടാൻ വേണ്ടി പോവാണ്. 7,999 ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പക്ഷെ ഞാൻ ചില സമയത്ത് കൊടുക്കുന്ന ഒരു ഓഫർ പ്രൈസ് ഉണ്ട്, അത് മാത്രം. അത് 4,999 ഇപ്പോൾ ഈ ഫൈൻ ക്ലബിലുള്ള ജോയിൻ ആയിട്ടുള്ളവർക്ക് മാത്രം പഴയ പേയ്മെന്റിൽ ജോയിൻ ആവാം. 4,999 4,999. അത് റിവീൽ ചെയ്യുന്ന നമ്മൾ 7,999 അതുകൊണ്ട് ഈ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. എല്ലാവരും ജോയിൻ ചെയ്യണം. സൂപ്പറാണ് ജസ്നിയ പറയുന്നത്.
യെസ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. അമേസിങ്, അൽഹംദുലില്ലാ ഭാരിക്, ടുഡേ വാസ് സൂപ്പർ സെഷൻ. ഒരുപാട് ഇൻസൈറ്റ് കിട്ടി. താങ്ക് യു റിൻഷ, താങ്ക് യു സോ മച്ച്. ഇന്ന് റിൻഷയുടെ ബർത്ത്ഡേ അല്ല, അതുകൊണ്ടായിരിക്കും ഒരു സ്പെഷ്യൽ എനർജി വന്നത്. ആദ്യം തന്നെ കേട്ടത് ഭയങ്കര പോസിറ്റീവായിട്ടൊരു കാര്യമായിരുന്നല്ലോ. താങ്ക് യു ഡിയർ. ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും ഈ ടാസ്ക് ഭംഗിയായിട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞിട്ട് ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക. അത് വെറുതെ കളഞ്ഞ് കുളിക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയേഴ്സ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. നാളെ Thank you, ma'am. ഞായറാഴ്ച, നാളെ അല്ലേ, നാളെ താങ്ക് യു നമുക്കൊരു മാം. ഫ്രീ സെഷൻ ഉണ്ട് കേട്ടോ. അത് ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ സംസാരിക്കും. ഇതുപോലെ കുറച്ച് സമയം ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസിനൊക്കെ നാളത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. ഫ്രീ ആണ്, നാളെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പിൽ പോസ്റ്റർ വരുമ്പോൾ മാക്സിമം അത് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ടും ഷെയർ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം സഫിയ മാം. Thank you, ma'am. താങ്ക് യു. Thank you so much, ma'am. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു മാം. താങ്ക് യു. നദിറ മാം ഇന്ന് ചെയ്യണം കേട്ടോ. ആ ചെയ്യാം. മാം, ഈ പയ്യൻ ക്ലബിൽ കയറാന് എത്ര പൈസ അടക്കണം? 199, 199. എത്ര ദിവസമായിരിക്കും? 3 months, 3 മാസം. നിങ്ങളൊക്കെ 99 കയറിയ ആളുകളല്ലേ. 199 ഇപ്പത്തെ പേയ്മെന്റ് കേട്ടോ. അതൊന്ന് ഓഫർ ഇട്ടതായിരുന്നു. യെസ്. താങ്ക് യു മാം. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇതിൽ വീഡിയോ ഓൺ ആക്കാൻ പറ്റണില്ല. ആഹാ, യെസ്. ഫെമിന ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? നസീമ, ഷിബ്ല, നസീമ, ഷറഫു, നിങ്ങളൊക്കെ ടാസ്കുകളൊക്കെ വൃത്തിയായിട്ട് ചെയ്യണേ. ഓക്കെ.